ഒരു നാടിനെ മുഴുവൻ നരകത്തിലാക്കിയപ്പോ തൃപ്തിയായ ബഹുമാനപ്പെട്ട മേയർക്ക്? മാലിന്യ നിർമ്മാർജ്ജനം വിജയിപ്പിച്ച നഗരസഭാ മേയറെ ജനങ്ങളും പത്രങ്ങളും പാടി പുകഴ്ത്തുമ്പോ നിഷ്കളങ്കരായ ഒരു കൂട്ടം ഗ്രാമവാസികൾ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നട്ടം തിരികെയാണ്. ഇതാ അവരുടെ ദുരിതത്തിന്റെ സാക്ഷ്യപത്രങ്ങൾ. മതി. ഏതോ ഒരു പത്രത്തിന് വായനക്കാരെ കൂട്ടാൻ ആവേശം കാട്ടുന്ന ഒരു കുട്ടി ജേർണലിസ്റ്റ് എഴുതി പിടിപ്പിച്ച കഥകൾ വായിച്ചാൽ എന്റെ തല താണു പോകുന്നാണോ കരുതിയത്? അല്ല, എഴുതി പിടിപ്പിച്ച കെട്ടുകഥകളല്ല ഇത്, സംസാരിക്കുന്ന തെളിവുകളാ. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വിജയം കണ്ടെത്തേണ്ടത് നഗരസഭാ മേയർ എന്ന നിലയിൽ എന്റെ കടമയാണ്. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കയ്യടി വാങ്ങാനാണെങ്കിൽ സത്യസന്ധമായ നിർമ്മാർജ്ജന മാർഗങ്ങൾ വേറെയുണ്ട്. സാങ്കേതിക വിദ്യകളുടെ പേരും പറഞ്ഞ് പോക്കറ്റ് നിറയ്ക്കല്ല, പ്രാവർത്തികമാക്കുക വേണ്ടത്. പറഞ്ഞു തീർന്നെങ്കിൽ പോകാം. ഇത് നഗരസഭാ മേയറുടെ ചേംബറാണ്. അനുവാദമില്ലാതെ കയറി വന്ന് എന്തും വിളിച്ചു പറയാനുള്ള വേദിയല്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയതിന്റെ പ്രതികരണമാണിത്. എനിക്ക് പറയാൻ അധികാരമുള്ള മറ്റൊരു വേദിയുണ്ടല്ലോ, ആർക്കും തടയാനാവാത്തൊരിടം. അവിടെ പറഞ്ഞോളാം ഞാൻ ബാക്കി. വന്നിട്ട് കുറച്ചേരായി. മേയറുടെ ചേംബറിൽ വെച്ച് കുറച്ചു മുമ്പുണ്ടായ ഒരു പ്രയോഗം എനിക്കിഷ്ടായി. പത്രത്തിന് വായനക്കാരെ കൂട്ടാൻ ആവേശം കാട്ടുന്ന കുട്ടി ജേർണലിസ്റ്റ്. എന്നെ പഠിപ്പിച്ച ഒരു പത്രക്കാരിയാക്കിയ എന്റെ അച്ഛനോടുള്ള പുച്ഛത്തിന്റെ സ്വരമല്ലേ അത്? ഇല്ല കുട്ടി, നിനക്ക് തെറ്റി. അമ്മയുടെ സ്വരങ്ങളുടെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നീയും ഒരു അമ്മയാവണം. പക്ഷെ ഒന്ന് പറയാം, അവിടെ കടന്നു വന്ന് അങ്ങനെ ഒരു ധാർഷ്ട്യം കാട്ടാനുള്ള ധൈര്യം നിനക്ക് കിട്ടിയത് അച്ഛൻ വളർത്തിയതിന്റെയും പഠിപ്പിച്ചതിന്റെയും ഗുണം കൊണ്ട് തന്നെയാണ്. ഡൽഹി അടക്കി വാഴുന്ന പത്രത്തലവന് മകളെ പഠിപ്പിച്ച് പത്രക്കാരിയാക്കാം. സത്യസന്ധനായ മുൻ മന്ത്രി നാരായണവർമ്മയുടെ മകൾ രാഷ്ട്രീയക്കാരിയായത് മാത്രം സഹിക്കാൻ കഴിയില്ല. സത്യസന്ധനായ എന്നൊരു വാക്കിപ്പോ സൂചിപ്പിച്ചില്ലേ, അത് തന്നെ ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് പാർട്ടി പറയുന്നത് പലപ്പോഴും ചെവി കൊള്ളേണ്ടി വരും. എന്നുവെച്ചാ സത്യസന്ധതയെ പണയപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന്. അതിന്റെ ഫലം അനുഭവിക്കുന്നത് പാവം ജനങ്ങളും. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ എനിക്കാവില്ല കുട്ടി. എന്ത് വേണമെങ്കിലും നിനക്ക് പറയാം, എന്തർത്ഥവും കണ്ടെത്താം. വേണ്ട, പറയാനുള്ളതെല്ലാം ഞാൻ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. അമ്മയോട് സംസാരിക്കാനുള്ള വേദി അവിടെ അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ. ശിവരാമപുരത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് ഈ അനീതിക്കെതിരെ ഞാൻ പൊരുതും. അതെന്റെ അമ്മയ്ക്കെതിരെയല്ല, ബഹുമാനപ്പെട്ട നഗരസഭ മേയർക്കെതിരെ. വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ എന്റെ കൂടെ നിന്നാവും കാര്യങ്ങളൊക്കെ. ഞാൻ கொஞ்சம் ஆரோக்கியமா வேலை செய்யடா. നമസ്കാരം. என்ன பரிசு, என்ன சமாச்சாரம்? ഓ എന്ത് സമാചാരം, അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണ്. മുതലാളി, ഇത് പ്രഭാകരൻ, നമ്മുടെ നാണപ്പം കോൺട്രാക്ടറിന്റെ മാനേജറാ. ശരി ശരി, അല്പതരമാ ദേശം. ലോറൻസ് വന്ന് പറഞ്ഞു ആ വൈദ്യരുടെ മോളും കുറെ ചെറുപ്പക്കാരും കൂടി എന്തോ അലമ്പുണ്ടാക്കിയെന്ന്. ഇതിനൊക്കെ എന്തിന്റെ തൂക്കേടാ? നാട്ടിലൊരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാല് ഇതുപോലെ ചിലരുണ്ട് കമ്പിപ്പാരായിട്ട് ഇറങ്ങും തോരങ്ങം വെക്കാനായിട്ട്. ആ മുതലാളി ഒന്നും വകവെക്കണ്ട, പോവാൻ പറ. അല്ല, മുതലാളി ഒന്നും വകവെക്കില്ലെന്ന് എനിക്ക് തെറിയാം. അല്ല, എനിക്ക് പുരിഞ്ചു. ഉനക്ക് പുരിഞ്ചു. സുമ്മാ വളവളാമ പേസാമ വിഷയത്തിക്ക് വാടാ. ദേ വന്നു, കാര്യത്തിലേക്ക് വന്നു. മുതലാളി നേരത്തെ ചോദിച്ച തുകയിൽ നിന്നും ഇനി മുതൽ മാസം 25,000 രൂപ കൂട്ടി 1 ലക്ഷം രൂപ തരാമെന്ന് നാണപ്പൻ ചേട്ടൻ സമ്മതിച്ചു. അതിനെ ഞാൻ ശക്തമായി പിന്താങ്ങി. താങ്ങണത് പോതും. இந்த மாதிரி ஒரு புது முடிவுக்கு நானும் வந்திருக்கேன். എന്താ മുതലാളി? சின்ன பசங்களுக்கு எல்லாம் தீனம், குடிக்கிற தண்ணி எல்லாம் அசிங்கமா போச்சு. அப்படி என்னலாமோ நமக்கு எதுக்கட அந்த வம்பெல்லாம்? அந்த மாயம்ம பொண்ணு சொன்னதுல ஏதோ ஒரு நியாயம் இருக்கு. அதனால அந்த நாணப்பங்கிட்ட போய் சொல்லு, இனிமே அந்த சவுருக்கு இவரெல்லாம் இங்க போட வேணான்னு. அதுதான் என் முடிவு. അയ്യോ മുതലാളി, അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവും? அப்படியெல்லாம் പിന്നെ எப்படி சொல்லணும்? ஒரு எக்ரிமெண்ட் ஒப்பிட்டு நாணப்பன் சார்னு கொடுத்துட்டല്ലോ. அந்த கராரை கொண்டு வாங்க, கிழிச்சு போடுறேன். ഞാൻ എന്താണ് പറയണത്? 10 കൊല്ലത്തേക്ക് ഇവിടെ ചവറിടാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് ഇപ്പൊ ഞഞ്ഞാവിഞ്ഞ പറയണം. என்ன சொன்ன? 10 வருஷமா? ஏய், என்னடா இந்த தேவரை ஏமாத்த பாக்குறியா? ഏമാത്രമൊന്നുമല്ല, തനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. അറിയാമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണോ. நீ யாருக்கிட்ட பேசுறன்னு தெரியுமா? 10 கொல்லமா எழுதி வச்சிருக்க. என்னடா சொல்றா நாய? മുതലാളി, എനിക്കൊന്നും അറിയില്ല. കരാറിൽ അങ്ങനെ എഴുതിയിരിക്കുന്ന. என்னடா அதெல்லாம்? எனக்கு இங்கிலீஷ் படிக்க தெரியாதுன்னு தெரிஞ்சிட்டு தான் அந்த நாணப்பராஸ்கல ஏமாத்துறேன். கூப்பிடுற அந்த நாய. ഈ പ്രഭാരം പറഞ്ഞത് കേട്ടില്ല മുതലാളി, ഞങ്ങൾക്കൊന്നും അറിയില്ല. അത് ആകെ വിട്ടോടാ.
മണിക്കുട്ടാ. എന്റെ പൊന്നു മോനെ. என்னோட பையனை விட்டு போயிட்டா. என்னால ஒன்றும் பண்ண முடியல. எல்லாத்துக்கும் காரணம் நான் தான். டேய் திவாகரா, தெரியுமாடா உனக்கு அந்த இறந்து போன குழந்தை யாருன்னு தெரியுமா? என் மக, எனக்கு பிறந்த மக. டேய் എടുത്തിട്ട് വാടാ ബോട്ടില്. ഇനിയില്ല മുതലാളി, ഒരുപാടായില്ലേ, തീർന്നു. എടുത്തിട്ട് വാടാ, എനിക്ക് ഇന്നും വേണോ? സത്യവാ മുതലാളി, ഇവിടെ ഉള്ളതെല്ലാം കഴിഞ്ഞു. ഇനി വീട്ടിലേ ഉള്ളൂ. ഓ, ஊருக்காரெல்லாம் சாபேட்டு வாங்கிட்டு தப்பு பண்ணிட்ட. இந்த பொண்ணைய தவிர தப்பு பண்ணிட்ட. മുതലാളി, யாரது? ഞാനാ മുതലാളി, ലോറൻസ്. எங்கடா அவன்? எங்கடா அந்த நாணப்பன்? വീട് சொல்றா, எங்க அவன்? വീട് മുതലാളി. മുതലാളി എന്തേ കാണിക്കണേ? ஏமாத்திட்ட. அந்த பொறுக்கி நான் என்ன ஏமாத்திட்ட. நீ அவங்க ஆளு தானே? തേവരെ കള്ളു കുടിച്ച വയറ്റി കിടക്കണം. ഇത് ആൾക്കാരുടെ മെക്കെട്ട് കയറും. என்னடா கூப்பிட்ட? தேவரண்ணா, கள்ளு குடிச்சா வயித்துல தான் கிடக்கணும்டா. அறிஞ்சிடுவ. போய் சொல்ல அந்த நாணப்புகிட்ட, இந்த தேவரை எவனுக்கு ஏமாத்த முடியாதுன்னு. இந்த பொன்னைய தேவர் உயிரோட இருக்கிற வரைக்கும் இனி ஒரு சவரல் வரை கூட இந்த சிவராமபுரத்துக்கு ஏற மாட்டேன். போய் சொல்றா. போ.